ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് റോബ്ലോക്സിൽ ടാക്സി ബോസ് എന്ന് പറയുന്ന ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ അറ്റത്ത് കുറേ കാറൊക്കെ കിടപ്പുണ്ട്. നമ്മളുടെ കാർ സ്പോൺ ചെയ്യാം. നമ്മളുടെ കാർ ജസ്റ്റ് നമുക്ക് ഇവിടെ ആയിട്ട് സ്പോൺ ചെയ്യാം. കാർ സ്പോൺ ചെയ്ത് ബേക്കിലാണ് ഗൈസ് വന്നത്. അപ്പോൾ കാറിൽ നമുക്ക് കയറാം. നമുക്ക് ഇന്ന് കുറച്ച് ഇതൊക്കെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗായ്സ്, അത് നമ്മൾ ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ ഒരാൾ വീണ് ഗായ്സ്. മനഃപൂർവ്വം അല്ല. അപ്പോൾ ഒരാൾ ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ട്. വീണാൾ എണീക്കുന്നില്ല ഗായ്സ്. നമുക്ക് പോവാം. നമ്മളൊരാളിപ്പോൾ പിക്ക് ചെയ്തിട്ടുണ്ട്. അയാളെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് നമുക്ക് എത്തിക്കാം. നല്ല സ്പീഡൊക്കെ ഉണ്ട് ഗായ്സ്. നല്ലൊരു കാറാണ്. ഇപ്പം നേരെ ഇടിച്ചങ്ങ് നിന്നേനെ. ഗായ്സ്, നമ്മളിങ്ങനെ പോയാൽ ഇടിച്ചടിച്ച് തന്നെ അങ്ങ് പോവും ഗായ്സ്. ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ഗായ്സ്, ചെറുതായിട്ട്. നമുക്കപ്പം ഞാൻ വളച്ച് പോകാൻ നോക്കിയാണ്, സ്റ്റക്കായി. റിവേഴ്സ് എടുത്ത് നോക്കട്ടെ. ഇപ്പോൾ കറക്റ്റായി. ഇനി നമുക്ക് നേരെ പോവാം. കുറച്ച് ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു അടുത്ത ആളെ പിക്കപ്പ് ചെയ്യാൻ. അപ്പം അവിടെ ആയിട്ടാണ്, എത്താറായി. എത്തി ഒരുവിധം എത്തി. അറ്റത്തി തന്നെ എത്തി. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് അവിടെ നിർത്താം. ഇവിടെ തന്നെയാണ്. അപ്പം നമുക്ക് ഇയാളിവിടെ ഇറക്കിയിട്ടുണ്ട്. ഇയാളിവിടെ നമുക്ക് ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഇയാളെ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ആളെടുത്തോട്ട് പോവാം. ഇനി അടുത്ത ആളെടുത്തോട്ട് പോവാം. ഇവിടെ എവിടെയെങ്കിലും അടുത്ത ആൾ കാണും. അപ്പം നമുക്ക് അടുത്ത ആൾ എവിടെയാണെന്ന് നോക്കട്ടെ. ആരെയും കാണാനില്ലല്ലോ. ഇവിടെ ആൾ ഇപ്പുണ്ട്. ഈ ആളെ നമുക്കിനി പിക്കപ്പ് ചെയ്യാം. ഇയാളെ നമ്മൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇയാളെയും കൊണ്ട് നമുക്ക് അവിടെ പോവാം. ഇയാളെയും കൊണ്ട് ഇനി നമുക്ക് ആ സ്ഥലത്തോട്ട് പോവാം. അതായിരിക്കും നല്ലത്. ഇപ്പം അവിടെ ഇടിച്ചിരുന്നനെ നമുക്കിനി പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തെത്തട്ടെ. ഗൈസ്, ചെറുതായിട്ട് നമ്മൾ സ്ഥലം മാറിപ്പോയത്. അപ്പോൾ നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് തന്നെ വെച്ച് പിടിക്കാം, അല്ലെങ്കിൽ സമയം താമസിക്കും ഗൈസ്. വീണ്ടും മാറി. നമുക്ക് നേരെ കറക്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. എത്തി ഗൈസ്, ഇവിടെ തന്നെയാണ്. നൈസിനെത്തി. നമ്മൾ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇയാളെ ഇവിടെ ഇറക്കാം. എന്നിട്ട് അടുത്ത ആളെയും കൂടെ നമുക്കൊന്ന് പോയി പിക്കപ്പ് ചെയ്യാം. ഇയാളെ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അയാളുടെ ഡെസ്റ്റിനേഷനെ നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആൾ ഇതാണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ആൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പിക്കപ്പ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇയാളെയും കൂടെ അങ്ങ് പിക്കപ്പ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റിവേഴ്സ് എടുത്തിട്ട് ഇയാളെ അങ്ങ് പിക്കപ്പ് ചെയ്യാം. അതായിരിക്കും നല്ലത് അല്ലേ. ഇയാളെയും കൂടെ നമുക്ക് പിക്കപ്പ് ചെയ്ത് ഇയാളെയും കൂടെ അവിടെ വേറെ എവിടെയെങ്കിലും ഇയാളുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് വിട്ടാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് എടുക്കാം. നമുക്ക് റിവേഴ്സ് എടുത്ത് പോവാം. നമുക്ക് ഇവിടെ അടുത്താണെന്ന് തോന്നുന്നു. നോക്കാം. നമുക്ക് നല്ല പെട്ടെന്ന് പോവാം. അതായിരിക്കും നല്ലത്. ഇരിക്കായിരുന്നു അറിയായിരുന്നു. നമുക്ക് അടുത്ത് തന്നെയാണ് ഗൈസ്. എത്താറായി. അത്ര ദൂരമൊന്നും ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ്, അത്യാവശ്യം എളുപ്പമാണ്. എത്താറായി ഗൈസ്. നമ്മൾ സ്ഥലം എത്തിയിട്ടുണ്ട്, ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്ഥലത്ത് നമ്മൾ ഇറക്കി വിട്ടിട്ടുണ്ട്. നമുക്ക് എന്താ ക്ലൈം ചെയ്യാനൊക്കെ വന്ന് ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. എന്തോ പുതിയ കാറിൻ്റെയൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് പിന്നീട് വല്ലാം ഒരു പുതിയ കാറും കൂടെ എടുക്കാം. തൽക്കാലം നമുക്കിപ്പോൾ കുറച്ചും കൂടെ ആൾക്കാരെയൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് ഇതൊക്കെ ചെയ്യാം. അവർ പറയുന്നത് ഗോ ആൻഡ് ബൈ എ ബെറ്റർ കാറെന്നു. അപ്പം നമുക്ക് ഒരു നല്ലൊരു കാറും കൂടെ വാങ്ങിക്കണം ഗൈസ്. നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഒരു നല്ല കാർ എങ്ങനെയെങ്കിലും വാങ്ങിക്കണം. കാരണം ഇവരൊന്നും നമ്മളുടെ കാറ് കയറണില്ല എന്താന്തോ. അപ്പോൾ നമുക്ക് വേറൊരാളെ വല്ല നോക്കാം. ഇവിടെ ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു.
സോറി വി കാനോട്ട് ഫിറ്റ് ഇൻ യുവർ കാറെന്ന്. ഓ അവരിക്കും പറ്റൂല ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ ഒരാളെയും കൂടെ നോക്കാം. ഇത് ആർക്കും പറ്റുന്നില്ലല്ലോ. ഇത് ഒറ്റത്തൊരാൾ നിൽക്കുന്നുണ്ട്. നമുക്ക് അയാളുടെ അടുത്തോട്ട് പോവാം. അതായിരിക്കും നല്ലത്. നമ്മൾ അയാളൊന്ന് പിക്കപ്പ് ചെയ്യാൻ നോക്കാം. നമ്മൾ അയാളൊന്ന് വയസ്സിന് പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. അയാൾ നമ്മുടെ കാറിൽ കയറി ഗൈസ്. അപ്പം അയാളെയും പിക്കപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഡെസ്റ്റിനേഷനിലോട്ട് പോവാം. ഇത് ദൂരമുള്ള ഡെസ്റ്റിനേഷനാണോ എന്തോ? അല്ലല്ല, കുറച്ച് ദൂരം ഉണ്ട് ഗൈസ്. ഡെസ്റ്റിനേഷനായിട്ട് കുറച്ച് ദൂരമേ ഉള്ളൂ. നമുക്ക് അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ. അയ്യോ ഇപ്പം ഇടിച്ചനെ. എന്നാലും കുഴപ്പമൊന്നുമില്ല. എത്താറായി. അത്രയ്ക്ക് ദൂരമൊന്നുമില്ല. എത്താറായി ഗൈസ്. എത്തി. കറക്റ്റ് നമ്മൾ അവിടെ തന്നെ നിർത്തണം. കറക്റ്റ് നിർത്തണമെന്നില്ല, എന്നാലും നമ്മൾ നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇയാളെ നമ്മളിവിടെ ഡെസ്റ്റിനേഷൻ എത്തിച്ചിട്ടുണ്ട്. നമുക്കിനി അടുത്ത ആളടുത്തോട്ട് പോവാം. അതല്ലേ നല്ലത്. നമുക്കിനി ബേക്കിലോട്ട് റിവേഴ്സ് എടുക്കാം. നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നേരെ പോവാം. അടുത്ത ആളടുത്തേക്ക് പോകണോ അതേ ഡീലർഷിപ്പിൽ പോയാലോ ഗൈസ്? നമുക്ക് കാറൊക്കെ നോക്കാൻ. നമുക്ക് എന്തൊക്കെ കാറ് വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കട്ടെ. നമുക്ക് നല്ലൊരു കാറൊക്കെ വാങ്ങട്ടെ. ഇപ്പം ഡീലർഷിപ്പിൽ ഒന്ന് പോകണമെന്നുണ്ട്. നമുക്ക് നോക്കാം. ഡീലർഷിപ്പിലൊന്ന് നമുക്ക് പോകാൻ പറ്റുമോയെന്നും കൂടെ നോക്കാം. നമുക്ക് ഡീലർഷിപ്പ് എവിടെയാണെന്തോ. നമുക്ക് മാപ്പിലോട്ട് നോക്കാം. മാപ്പിൽ ഡീലർഷിപ്പ് കാണിക്കുന്നില്ലെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് ടെലിപ്പോർട്ട് ആവാൻ പറ്റുമോ ഗൈസ്? അപ്പോൾ മാപ്പിലൊന്നും കാണാനില്ല. മാപ്പിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് കാണാൻ പറ്റുന്നില്ല. മാപ്പിലുണ്ടോ എന്തോ? മാപ്പ് ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് ഡീലർഷിപ്പിൽ പോയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. ഡീലർഷിപ്പിൽ പോയിട്ട് വേണം കുറച്ച് കാറൊക്കെ നോക്കാൻ. അറ്റത്ത് ടെലിപ്പോർട്ടുണ്ട് ഗൈസ്, അറ്റത്ത്. അപ്പോൾ നമ്മൾ ആ ടെലിപ്പോർട്ട് കണ്ടോ ഡീലർഷിപ്പ്. നമ്മൾ പോയിട്ട് ഡീലർഷിപ്പ് ഒന്ന് താത്തിട്ടുണ്ട്. നമ്മൾ ഡീലർഷിപ്പിൽ എത്തി. നമുക്കിനി ബൈക്ക് കാർസിൽ കയറണം. ബൈക്ക് കാർസിൽ വ്യൂ കാർസ് കൊടുത്താൽ ബൈക്ക് കാർസിൽ കയറിയിട്ട് നമ്മൾ വ്യൂ കാർസ് കൊടുത്ത് ഇപ്പോൾ കുറേ കാറൊക്കെ വന്നിട്ടുണ്ട്. എന്തായത് കുറേ കാറൊക്കെ ഉണ്ടല്ലോ ഗൈസ്. ഓ നമ്മളതിൽ ഒരു നോർമൽ കാറാണ് ഗൈസ് ഇരിക്കുന്നത്. നമുക്ക് നല്ലൊരു കാറ് വാങ്ങണം. എനിക്ക് ഡോഡ്ജ് വാങ്ങിയാലോ എന്നൊരിത്. പക്ഷെ അതിന് നല്ല പൈസയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറേ ഏൺ ചെയ്തിട്ട് മാത്രമേ ഈ കാറൊക്കെ വാങ്ങാൻ പറ്റൂ. കുറച്ച് കഷ്ടപ്പാടാണല്ലോ. ഉണ്ടോ വലിയ വലിയ കാറുകളൊക്കെ ഉണ്ട്. കുറേ കാറുണ്ട് ഗൈസ് ഇതിൽ. ഈ ഡോഡ്ജിനൊക്കെ എന്താ വില ഗൈസ്. ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയേ. എന്നിട്ട് ജസ്റ്റ് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ കാറ് ഇപ്പോൾ ഒന്നും വാങ്ങിക്കണ്ട തൽക്കാലത്തേക്ക്. കാരണം ഇപ്പോൾ വാങ്ങിച്ച് നമ്മൾ തൽക്കാലം കളയുന്നില്ല. നമുക്ക് കുറച്ചും കൂടെ ഏൺ ചെയ്തിട്ട് വാങ്ങിക്കാം. അതായിരിക്കും നല്ല കാര്യം. അതായിരിക്കും നല്ലത്. അപ്പം നമ്മൾ ഇത്രയും നേരം ചെയ്ത ജോബിൻ്റെ ക്യാഷ് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പം ക്യാഷിൻ്റെത് ഇത് അവിടെയാണ് വരുന്നത്. അപ്പം നമുക്ക് ക്യാഷ് കളക്ട് ചെയ്യാം. നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിയിറങ്ങാം. ഞാൻ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഈ ചാനലൊന്ന് സബ് ചെയ്തിട്ട് പാർട്ട് 2 ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മാത്രമേ പാർട്ട് 2 വരൂ.